ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോൾ ഹാങ്ങർ ഡെക്കറേഷൻ ആയിട്ടായിരുന്നു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ക്യാൻഡിലായിട്ടുള്ള ഡെക്കറേഷനാണ്. നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാൻഡിലാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിന് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നിന്നാണ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ കാണാം. പിന്നെ ഈ വീഡിയോയിലൊരു സർപ്രൈസ് ഉണ്ട്, അത് ലാസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കാം. നമുക്ക് വീഡിയോയ്ക്ക് അതിനു മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാൻ നോക്കാം. നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെഴുകുരുക്കലാണ്. അപ്പോൾ പുതിയ മെഴുക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പഴയ മെഴുകുതിരിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഏകദേശം മെഴുക് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസും ഇതുപോലെ ഒരു തിരി ഞാൻ എടുത്തിട്ടുണ്ട്. തിരി ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മെഴുക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വാക്സ് ചൂടാറി കട്ട പിടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പതുക്കെ ഒരു കത്തി ഉപയോഗിച്ച് ആ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒന്ന് കീറെടുക്കാം. കീറെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പുള്ള ക്യാൻഡിലായിരിക്കും കിട്ടുക. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡെക്കോപ്പേജ് ടിഷ്യൂ ആണ് ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് പോർഷനാണ് ക്യാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻ പതുക്കെ ഇതേപോലെ വെള്ളത്തിൽ ബ്രഷ് മുക്കിയിട്ട് പതുക്കെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ടിഷ്യൂ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി പോവും, ആ ക്യാൻഡിലായിട്ട് അത് മേർജ് ചെയ്ത് പോവില്ല. ഇങ്ങനെ ആകുമ്പോൾ ആ ക്യാൻഡിലായിട്ട് മേർജ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ക്യാൻഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പതുക്കെ ഇതുപോലെ ബ്രഷിൽ വെള്ളം ആക്കിയിട്ട് ഒന്നിങ്ങനെ കീറി കൊടുക്കാം. നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് പതുക്കെ കീറി കൊടുക്കാം. ഡെക്കോപ്പേജ് ടിഷ്യൂവിന് 2 ലെയർ ഉണ്ട്. അപ്പോൾ അത് ഒരു ലെയർ നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഡിസൈൻ മാത്രമായിട്ട് കിട്ടും. ടിഷ്യൂ പേപ്പർ ക്യാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോഡ് പോജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതില്ലാത്തവർ സാധാരണ ഫെവിക്കോളും വെള്ളവും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഗം അപ്ലൈ ചെയ്യുമ്പോൾ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ടിഷ്യൂ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ശ്രദ്ധിച്ച് വേണം ടിഷ്യൂ അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചുളികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് പതുക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്യാൻഡിലിൻ്റെ ബോട്ടം പോർഷനിലേക്ക് കുറച്ചും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്ത് ആ ടിഷ്യൂ വരുന്നുണ്ടെങ്കിൽ പതുക്കെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുൾ ക്യാൻഡിൽ നമ്മൾ ഇതേപോലെ ഡെക്കോപ്പേജ് ടിഷ്യൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ മുകളിൽ ഒരു കോട്ട് മോഡ് പോജും കൂടി നമുക്ക് അടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഒരു മോഡ് പോജ് ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നത്. ടിഷ്യൂവിൻ്റെ വളരെ കനം കുറഞ്ഞ ലെയറാണ് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പതുക്കെ വേണം നമ്മൾ ഗം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ മോഡ് പോജ് അടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഗ്ലേസിങ് ആണ്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഗ്ലേസിങ് കിട്ടും നമ്മുടെ ആ ഒരു ക്യാൻഡിലിന്. അപ്പോൾ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞങ്ങൾ മകൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത ഡെക്കറേഷൻസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കപ്പ് കേക്ക്സും ക്യാൻഡിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഡെക്കോപ്പേജ് ക്യാൻഡിലും പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തത് വാട്ടർ ക്യാൻഡിൽസ് ആയിരുന്നു. വാട്ടർ ക്യാൻഡിൽസ് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. കപ്പ് കേക്ക്സ് ഒക്കെ സെറ്റ് ചെയ്തത് എൻ്റെ മാമയായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എല്ലാ കേക്ക്സും ഒരു ഡിസൈനിലല്ല ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, മൊത്തം പല ഡിസൈൻസ് ആയിരുന്നു. പല മെത്തേഡ് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ആൾ ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ കപ്പ് കേക്ക്സും ഒരു സൈഡിലായിരുന്നു ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ടേബിളിൽ. കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻസൊക്കെ കാണാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ബെസ്റ്റ് ഫ്രണ്ട് ശ്രീരാഗും കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി കുറേ നേരം ഇരുന്നിട്ടാണ് അവർ സെറ്റ് ചെയ്തെടുത്തത്. നല്ല രസമായിരുന്നു. നൈറ്റിൽ കാണാനായിരുന്നു കൂടുതൽ ഭംഗി. ലോക്ക്ഡൗണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ ചെറിയ ഫങ്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞങ്ങളുടെ 2ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് 1ാമത്തെ എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 3ാമത്തെ അടുത്ത എപ്പിസോഡായിട്ട് ഞങ്ങൾ അടിപൊളി വീഡിയോ വരുന്നതാണ്. നമ്മളെ ബർത്ത്ഡേക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.